ഒരു സിനിമാ നടൻ എന്നുള്ളൊരു ബ്രാൻഡ് നോക്കേണ്ട കാര്യമില്ല. ഒന്നും പുതുക്കാടൊന്നും സുരേഷ് ഗോപി നിലം തൊടില്ല. സുനിൽകുമാർ നല്ല ഭൂരിപക്ഷം ജയിച്ചു. വേറൊരു കഥയില്ല. വേറൊരു കഥയെ വേണ്ട കേട്ടാ. അപ്പൊ ഇപ്രാവശ്യം തൃശ്ശൂര് സുരേഷ് ഗോപി എടുക്കണം എടുക്കുന്നാണ് തോന്നുന്നത്. അതെ. മിസ്റ്റർ സുരേഷ് ഗോപി എന്ന നടൻ കളിക്കുന്നത് ഈ പറഞ്ഞ മുരളി എന്ന് പറഞ്ഞ രാഷ്ട്രീയ വമ്പന്മാരോടാണ് കളിക്കുന്നത്. ചേച്ചിയുടെ വോട്ട് വേറെ മണ്ഡലത്തിലായി, അതിന്റെ സങ്കടം ഉണ്ടോ? വിഷമുണ്ട്. സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത വിഷമുണ്ട്. മോദി തൃശ്ശൂരിൽ താമസമാക്കിയാലും സുരേഷ് ഗോപി ജയിക്കില്ല എന്ന് പറഞ്ഞവരോട് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. തൃശ്ശൂരിലെ ജനങ്ങളിലേക്ക്. നമ്മുടെ സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട് നമ്മുടെ തൃശ്ശൂർകാർക്ക് വേണ്ടിയിട്ട്? അതായത് ആള് കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷനിൽ തോറ്റുപോയിട്ട് പോലും എംപി ഫണ്ടിൽ നിന്ന് ഇതെടുത്ത് നല്ല പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിക്കണം ഞാനും പറയുന്നത്. അപ്പൊ ഇപ്രാവശ്യം തൃശ്ശൂര് സുരേഷ് ഗോപി എടുക്കണം എടുക്കുന്നാണ് തോന്നുന്നത്. അതെ. അപ്പൊ ചേച്ചിയുടെ വോട്ട് വേറെ മണ്ഡലത്തിലായി, അതിന്റെ സങ്കടം ഉണ്ടോ? വിഷമുണ്ട്. സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത വിഷമുണ്ട്. അപ്പൊ എന്തായാലും സുരേഷ് ഗോപി ജയിക്കട്ടെ എന്ന് ചേച്ചിമാർ പ്രാർത്ഥിക്കട്ടെ. വിചാരിക്കണം. ഭൂരിഭാഗം ഇപ്രാവശ്യം ആള് ജയിക്കണം, എല്ലാവരും വോട്ട് ചെയ്യണം എന്നാണ് ഞങ്ങള് വിചാരിക്കുന്നത്. ചെയ്യണം. പ്രവർത്തനം തന്നെയാണ്. പിന്നെ ഒരു സിനിമാ നടൻ എന്നുള്ളൊരു ബ്രാൻഡ് നോക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ഈ പുള്ളിനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ തവണ പുള്ളിയെ മത്സരിച്ചപ്പോൾ എല്ലാവരും ഒരു സിനിമാ താരം എന്നുള്ളൊരു രീതിയിൽ മാത്രമാണ് പുള്ളീനെ കൂടുതൽ അടുത്തറിയാൻ പലർക്കും സാധിച്ചിട്ടില്ല. ഈ 5 വർഷത്തെ ആളുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ നേരിട്ട് വിലയിരുത്തിയതിന് ശേഷമാണ് കൂടുതൽ ജനങ്ങൾ പുള്ളിനെ അടുത്തറിഞ്ഞു. ഇപ്പോൾ ഈ മറ്റുള്ള ആളുകളാണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും വളരെ മോശമായ രീതിയിലുള്ളൊരു ക്യാമ്പയിനാണ് സുരേഷ് ഗോപിക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 5 വർഷത്തെ ആളുടെ പ്രവർത്തനം കൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പുള്ളിനെ അടുത്തറിയാവുന്നവർക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് പുള്ളി വികസനത്തിന് എന്തോരം മുൻതൂക്കം കൊടുക്കുന്നു, അതിന് എത്ര പ്രിഫറൻസ് കൊടുക്കുന്നു എന്നുള്ള കാര്യം ഇവിടുത്തെ ജനങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ശക്തൻ മാർക്കറ്റിലുള്ള പുള്ളി ചെയ്തിട്ടുള്ള 1 കോടി രൂപയോളം ആൾ കൊടുത്തിട്ടുണ്ട്. പുള്ളി ഇലക്ഷന് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, തോറ്റിട്ട് പോലും അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും അത്തരത്തിലുള്ള പ്രവർത്തനം പുള്ളി ജയിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഇവിടുത്തെ ജനങ്ങൾക്ക് 100% ഉറപ്പാണ്. തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ മാത്രമാണ് സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും ഒപ്പം പിടിക്കാൻ പറ്റുള്ളൂ. വേറൊരു നിയോജക മണ്ഡലത്തിലും ഗുരുവായൂരും നാട്ടികയിലും അതുപോലെ ഈ ഇരിഞ്ഞാലക്കുടയിലും ഒന്നും പുതുക്കാടൊന്നും സുരേഷ് ഗോപി നിലം തൊടില്ല. സുനിൽകുമാർ നല്ല ഭൂരിപക്ഷം ജയിച്ചു. വേറൊരു കഥയില്ല. വേറൊരു കഥയെ വേണ്ട കേട്ടാ. ട്രൂ ഐഡി ഉണ്ട്, അത് വേറെ ശരിയാണ്. കാരണം ഇവിടെ ആൾക്കാര് ഓട്ടോറിക്ഷയിലും ബൈക്കിലും എല്ലായിടത്തും സാത്താൻ, രാക്ഷസൻ, ചെകുത്താൻ, പിശാജ്, പിന്നെന്താണ്, പിന്നെ അതുപോലെയുള്ള നെതർ വേൾഡ്, അണ്ടർ വേൾഡ്, എൽഫ്, സ്പ്രൈറ്റ് എല്ലാ സാധനവും എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് പ്രകാരമാണോ മിസ്റ്റർ സുരേഷ് ഗോപി എന്ന നടൻ കളിക്കുന്നത് ഈ പറഞ്ഞ മുരളി എന്ന് പറഞ്ഞ രാഷ്ട്രീയ വമ്പന്മാരോടാണ് കളിക്കുന്നത്. ഈ സിനിമാ നടന്മാർ വെറും ഇത് ചെയ്യണം, ഈ പറഞ്ഞ കാര്യം ചെയ്യണം. കാരണം അതൊക്കെ അട്ടിമറിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത്. സുരേഷ് ഗോപി എന്നുണ്ടെങ്കിൽ ഇതെല്ലാം അട്ടിമറിച്ചിട്ട് ഇവരെ ജയിക്കും. ഇവരെ മറ്റേ സിനിമ തുക്കറ സാധനമാണ്. രാഷ്ട്രീയമല്ല, രാഷ്ട്രീയ വമ്പന്മാരെ അടിച്ച് പതർത്താനായിട്ട്, അടിച്ച് തകർക്കാനായിട്ട് സുരേഷ് ഗോപി ഓണസ്റ്റിയിൽ മത്സരിക്കണം. ഓണസ്റ്റിയിൽ സുരേഷ് ഗോപിക്ക് ഒപ്പാണോ അപ്പൊ എതിരാണോ? ഞാൻ എല്ലാ കാര്യം പറഞ്ഞില്ലേ. ഓണസ്റ്റിയിൽ മത്സരിച്ച് ജയിക്കും. പ്രധാനമന്ത്രി പറഞ്ഞാണ്, പ്രധാനമന്ത്രി പറഞ്ഞു, ഞാൻ പറഞ്ഞല്ല.